ഹലോ ഗൈസ്, സോ നമ്മളപ്പോൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു കോൺസെപ്റ്റ് അല്ല, കുറച്ചുകൂടെ ജനറലൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ആണ് കവർ ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ കോഡ് എന്താണ്, സിൻറ്റാക്സ് എന്താണ്, സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ്, എക്സ്പ്രഷൻസ് എന്താണ്, ഇങ്ങനത്തെ കുറച്ച് ജനറലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഏതൊരു ലാംഗ്വേജിലും ഉണ്ടാകുന്ന കുറച്ച് സെറ്റ് ഓഫ് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്ക് ഞാൻ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കുകയാണ്. നിങ്ങൾ ഉണ്ടാക്കി വെച്ചോളൂ, ജസ്റ്റ് എല്ലാം ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആ ഫോൾഡറിനകത്ത് ഞാൻ ടെർമിനൽ ഓപ്പൺ ആക്കി കോഡ് ഡോട്ട് എന്ന് കൊടുക്കുമ്പോഴത്തേക്ക് എൻ്റെ വി എസ് കോഡിനകത്ത് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഫോൾഡർ ഓപ്പൺ ആയി വരും, പ്രൊവൈഡഡ് വി എസ് കോഡ് ഈസ് ഇൻസ്റ്റാൾഡ്. സോ എൻ്റെ ഇൻസ്റ്റാൾഡ് ആണ്. സോ വി എസ് കോഡ് ഓപ്പൺ ആയി. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് നമുക്കൊരു ഫയൽ ഉണ്ടാക്കണം, expressions 01.js. സോ ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ഫയൽ ഉണ്ടാക്കാൻ പറ്റും. സോ ഞാൻ ഒരു ഫയൽ ഉണ്ടാക്കി. ഇനി ഇതിനകത്ത് ഞാൻ ചെറിയൊരു പ്രോഗ്രാം എഴുതാം. ലെറ്റ് a is equal to 10, ലെറ്റ് b is equal to a*2 console.log. ഇവിടെ ഞാനൊരു ചെറിയ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ കോഡാണ് എഴുതിയിട്ടുള്ളത്. സോ കോഡെന്ന് പറയുന്നത് ജസ്റ്റ് എനകത്ത് 10 വെക്കുന്നു, ബിനകത്ത് 10നെ ഇൻറ്റു 2 ചെയ്യുന്നു. എ എന്ന് പറയുന്നത് 10 ആണല്ലോ, സോ ഇൻറ്റു 2 ചെയ്യുന്നു. ആൻഡ് ഫൈനലി console.log b അടിക്കുമ്പോഴത്തേക്ക് അത് നമ്മൾ പ്രിൻറ്റ് ചെയ്തു. സോ കൺട്രോൾ ഷിഫ്റ്റ് ടിൽഡെ 1ൻ്റെ ഇപ്പുറത്തുള്ള കീ ക്ലിക്ക് ചെയ്താൽ ടെർമിനൽ ഓപ്പണായി വരും. ആൻഡ് ഇതിനകത്ത് നമുക്ക് Node.js-ൻ്റെ റൺ ടൈം എൻവയോൺമെൻറ്റ് വെച്ചിട്ട് ഈ ഒരു സാധനം എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയാൽ 20 എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടും. സോ ഈ 20 എന്ന് പറയുന്നത് 10x20, അത് പ്രിറ്റി ക്ലിയർ ആണ്. സോ കമ്മിങ് ഓൺ ടു നമ്മുടെ കീവേഡ്സ് എന്ന് പറയുന്നത് കോഡ് എന്താ നോക്കാനുണ്ട്, സിൻറ്റാക്സ് എന്താ നോക്കാനുണ്ട്. നമുക്ക് എററല്ല, സിൻറ്റാക്സ് എറർ വന്നില്ല, വരും. സിൻറ്റാക്സ് എന്താ നോക്കാനുണ്ട്, പിന്നെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താ നോക്കാനുണ്ട്, പിന്നെ എക്സ്പ്രഷൻസ് എന്താ നോക്കാനുണ്ട്. സോ ഈ 4 കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ നോക്കുന്നത്. സോ കമ്മിങ് ഫോർവേഡ്, ലൈക്ക് ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് കോഡാണ് നമ്മളിപ്പോൾ എഴുതിയത്. ലൈക്ക് കോഡ് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ്, അല്ലെങ്കിൽ എന്താ പറയുക, സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. സോ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നുള്ള ഞാൻ അടുത്ത് പറഞ്ഞുതരാം. കോഡ് ഈസ് ആക്ച്വലി സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ലൈക്ക് വിച്ച് ആക്ച്വലി ടെൽസ് ദ കമ്പ്യൂട്ടർ ടു ഡു സംതിങ്. എന്ന് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൻ്റെ അടുത്ത് ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ട് അത് ചെയ്യാൻ പറയുന്ന ഒരു സാധനത്തിനാണ് നമ്മൾ കോഡെന്ന് പറയുന്നത്. സോ ഇവിടെ ഇതാണ് കോഡ്. ഇതെൻ്റെ ഈ സിസ്റ്റത്തിൻ്റെ അടുത്ത് എന്താണ് പറയുന്നത്, എൻ്റെ എ എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് 10 ഉണ്ട്, അതിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വാല്യൂ തരാനാണ് പറയുന്നത്. അതാണ് നമ്മൾ ഈ കമാൻഡ് കൊടുത്തപ്പോൾ എക്സിക്യൂട്ടായി ഇവിടെ പ്രിൻറ്റ് ചെയ്തത്. സോ കോഡ് ഈസ് ബേസിക്കലി എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് ആക്ച്വലി ടെൽസ് എ സിസ്റ്റം ടു ഡു സംതിങ്. സോ സിസ്റ്റത്തിനടുത്ത് ഒരു കാര്യം പറയുന്ന ഒരു കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, അതാണ് കോഡെന്ന് പറയുന്നത്. ഇനി സിൻറ്റാക്സ് എന്താണെന്ന് നോക്കിയാൽ, സിൻറ്റാക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഏതൊരു ലാംഗ്വേജ് ആയാലും, ഇംഗ്ലീഷ് ആയാലും ജാവാസ്ക്രിപ്റ്റ് ആയാലും, രണ്ടിനകത്തും കുറേ സെറ്റ് ഓഫ് റൂളുണ്ട്. നമ്മളിപ്പോൾ ഒരു ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിന് നമ്മൾ വിൽ ഹാവ് അങ്ങനത്തെയൊക്കെ പറയത്തില്ലേ. പാസ്റ്റ് ടെൻസിൽ മൈമിൽ നടന്ന കാര്യങ്ങളാണെങ്കിലും നമ്മൾ വാസ് ഓർ വെയർ പറയും. സോ അതുപോലെ തന്നെയാണ് ജാവാസ്ക്രിപ്റ്റിലും കുറേ സെറ്റ് ഓഫ് സിൻറ്റാക്സ് ഉണ്ട്. സോ എനിക്കിപ്പോൾ ഇവിടെ സെമിക്കോളൻ എന്ന് പറയുന്നത് ഓപ്ഷനിലാണ്, ശരിക്കും ഇട്ടാലും ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷേ അതിന് പകരം ഞാൻ ഇവിടെ അശ്വിൻ എന്ന് ഇട്ടാൽ അത് പ്രശ്നമാണ്, കാരണം സിൻറ്റാക്സ് പ്രകാരം അവിടെ അശ്വിൻ വരാൻ പാടില്ല. അപ്പോൾ അശ്വിന് പകരം ആരാണ് വരേണ്ടത്, സെമിക്കോളൻ ഇട്ടാലും ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ല. അതിൻ്റെ സിൻറ്റാക്സ് എന്ന് പറയുന്നത്. സോ അവിടെ ആ സിൻറ്റാക്സ് പരമായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടെർമിനേറ്റ് ചെയ്യുന്നത് സെമിക്കോളൻ വെച്ച് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. സോ അത് ഇട്ടില്ലെങ്കിലും ജാവാസ്ക്രിപ്റ്റിൽ ഓപ്ഷനിലാണ്. പക്ഷേ ഞാൻ അതല്ലാതെ എന്തിട്ടാലും നമ്മൾ നേരത്തെ കണ്ട ആ സിൻറ്റാക്സ് എറർ കയറി വരും. സോ അതെന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു സിൻറ്റാക്സിൽ പെടുന്ന ഒരു റൂളാണ്. സോ ഇതുപോലെ ഒരു സെറ്റ് ഓഫ് റൂൾസാണ് ഓരോ ലാംഗ്വേജിൻ്റെയും സിൻറ്റാക്സ് മേക്ക് ചെയ്ത് വരുന്നത്. അത് നമ്മൾ ഇനി കുറച്ചുകൂടെ വലിയ പ്രോഗ്രാംസും കോഡും ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് അത് സിൻറ്റാക്സ് നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാനത് ഒന്നൊന്നായിട്ട് പറഞ്ഞുതരാം. സോ അതാണ് ബേസിക്കലി സിൻറ്റാക്സ്, വിച്ച് ഈസ് ആക്ച്വലി എ സെറ്റ് ഓഫ് റൂൾസ് ദാറ്റ് വി മസ്റ്റ് ഒബേ വൈൽ റൈറ്റിംഗ് എ കോഡ്. സോ അതാണ് സിൻറ്റാക്സ് എന്ന് പറയുന്നത്. ഇനി കമ്മിങ് ടു സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഞാനൊരു ഇല്ലുസ്ട്രേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്, ഒന്നും മനസ്സിലായില്ലല്ലോ. സോ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ആക്ച്വലി എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, നമ്പേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. സോ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ആക്ച്വലി എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, നമ്പേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. സോ വേർഡ്സ്, നമ്പേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പാണ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഞാൻ നേരത്തെ എക്സാമ്പിളിനകത്ത് എവിടെ നമ്മുടെ കോഡ്, സോ നേരത്തെ എക്സാമ്പിളിനകത്ത് ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പറയാൻ കാരണം ഇതിനകത്ത് വേർഡ്സ് ഉണ്ട്, നമ്പേഴ്സ് ഉണ്ട്, ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. സോ ഇതെല്ലാം കൂടെ കൂടുന്നത്, ഇതും ഒരു ഓപ്പറേറ്ററാണ്, ഈക്വൽ ടു എന്ന് പറയുന്നത്. സോ ഇതെല്ലാം കൂടെ കൂടുന്ന ഒരു സാധനത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ അതാണ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, ഓപ്പറേറ്റേഴ്സ് ഓർ നമ്പേഴ്സ്. സോ അതാണ് നമ്മുടെ കാര്യത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി സ്റ്റേറ്റ്മെൻറ്റിനെ തന്നെ നമ്മൾ കുറച്ചുകൂടെ മൈക്രോസ്കോപ്പിക് ലെവലിൽ നോക്കണ്ട, സ്ക്രീനിൽ നോക്കിയാൽ മതി. ജസ്റ്റ് കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ആൾക്കാരെ കാണാൻ പറ്റും. ഇവിടെ ഒരു 2 കാണാം,
ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്ററിനെ കാണാം, ഇവിടെ ഒരു അരിത്തമെറ്റിക് എക്സ്പ്രഷനെ കാണാം, ഇവിടെ ഒരു അസൈൻമെൻറ്റ് എക്സ്പ്രഷനെ കാണാം, ഒരു നമ്പറിനെ കാണാം, അഥവാ അല്ലെങ്കിൽ ഒരു നമ്പർ ലിറ്ററൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ കാണാം, ഇവിടെ ഒരു അസൈൻമെൻറ്റ് ഓപ്പറേഷനെ കാണാം. സോ ഇതിന് ഞാനൊരു നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഇൻഡെപ്തി സാധനങ്ങൾ എഴുതിയിട്ടുണ്ട്. സോ ഇത് നമ്മൾ 2 സ്പ്ലിറ്റ് സ്ക്രീനിലിടുകയാണെങ്കിൽ, സോ ഇതിന് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. സോ ഈ 2 എന്ന് പറയുന്നത് ലിറ്റർ വാല്യൂ എക്സ്പ്രഷനാണ്. ലിറ്ററലി 2:2 അതൊരു കോൺസ്റ്റൻ്റ് ആണ്. അതിന് പ്രത്യേകിച്ച് വേറെ മീനിങ്ങോ അർത്ഥമൊന്നുമില്ല. സോ അതാണ് ലിറ്റർ വാല്യൂ. ഈ എ ബി എന്ന് പറയുന്നത് 2 വേരിയബിൾസാണ്. അതിന് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ഇല്ല, മെമ്മറിയിൽ ഒരു സ്പേസ് ആണ്. അതിനകത്ത് നമുക്ക് എന്ത് വേണോ ഇട്ട് വെക്കാൻ പറ്റും. സോ അതാണ് വേരിയബിൾ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഈ B*2 ഇവിടെ എ ആണ്. സോ അത് സ്വാപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ ചെറുതായിട്ട്. ഈ A*2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ എന്നുവെച്ചാൽ അതൊരു മാത്തമെറ്റിക്കൽ കാര്യമാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അത് അരിത്തമെറ്റിക് ആവുന്നു. ഇനി ഇത് ഇത്രയെന്ന് പറയുന്ന ഒരു അസൈൻമെൻറ്റ് എക്സ്പ്രഷനാണ്. കാരണം ബീനകത്തോട്ട് നമ്മൾ ഇവിടെ ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് വെക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അതൊരു അസൈൻമെൻറ്റ് എക്സ്പ്രഷൻ ആവുന്നു. സോ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. വേരിയബിൾസ് എന്താണ്, വാല്യൂസ് എന്താണ്, ഓപ്പറേറ്റേഴ്സ് എന്താണ് ഞാൻ പറഞ്ഞു. ഇതൊരു വേരിയബിളാണ് എ ബി, ഇതൊരു ഓപ്പറേറ്ററാണ്, ഇതൊരു വാല്യൂ ആണ്. അതത്രയുമാണ് ഒരു കമ്പോണൻസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കോഡുണ്ട്, സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇതെല്ലാം ഒബേ ചെയ്ത് നമ്മൾ കോഡ് എഴുതുന്നതിൽ എന്തുണ്ട്, ഒരു സിൻറ്റാക്സ് ഉണ്ട്. സോ അത്രയുമാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡു കമൻറ്റ് ഇറ്റ് ഔട്ട്, നമുക്ക് സെറ്റ് ചെയ്യാം.